കസ്റ്റമറുടെ പ്രോബ്ലം ആദ്യം മനസ്സിലാവണം, അവൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാവണം, അവൻ്റെ ഫ്രസ്ട്രേഷൻസ് മനസ്സിലാവണം, അവൻ്റെ ഡിസ്ട്രാക്ഷൻസ് മനസ്സിലാവണം. അതിനുള്ള സൊല്യൂഷൻ ആവണം എന്ത്, ബെനിഫിറ്റ്സ് പറയാൻ പറ്റണം. ഇത് ക്ലബ് ചെയ്ത് പറയാൻ കഴിയണം. അതാണ് ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയ കഴിവ്. യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ യു ചാർജ് ദിസ് മച്ച്. Greenlives Coaching and Training Solution. എനിക്കെന്ത് കിട്ടും അല്ല, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്, സംഭവമാണ്, അങ്ങനെ ആനയാണ് തേങ്ങയാണ് പറഞ്ഞാൽ ഓൻ ചോദിക്കും സോ വാട്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത് അല്ലേ. നമ്മൾ കുറേ കുട്ടി നമ്മളെ പറ്റി പറഞ്ഞാൽ ഓനെ മനസ്സിൽ ഇപ്പോൾ ചോദിച്ചോളന്നില്ല, ഓൻ്റെ ഉള്ളിലുണ്ടാവും സോ വാട്ട്, ഇപ്പോൾ ഞാൻ എന്ത് വേണം, ഞാനെന്താ വേണ്ടത്. ഇപ്പോൾ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് നീഡ് ഫോർ മീ. അപ്പം എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് പറയണം, അഡ്വാൻറ്റേജസും പറയണം, ബെനിഫിറ്റ്സും പറയണം. എങ്ങനെ പറയണം, ബർഗർ രൂപത്തിൽ പറയണം. ബർഗറിൻ്റെ പ്രത്യേകത എന്താ, ബർഗറിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ബണ്ണുണ്ടാവും, താഴെ ഒരു ബണ്ണുണ്ടാവും അല്ലേ, ഉള്ളിൽ എന്താ ഉണ്ടാവുക. നമ്മൾ ബർഗർ തിന്നത് ബണ്ണ് തിന്നാനാ ആണോ, നിങ്ങൾ ബർഗർ തിന്നത് ബണ്ണ് തിന്നാനാണോ? ബണ്ണ് തിന്നാണെങ്കിൽ ബണ്ണ് തിന്നാൻ പോരെ, ബണ്ണിനാകെ 5 ഉറുപ്പിക എടുത്താൽ മതി. പക്ഷെ ബർഗർ ആകുമ്പോൾ 150 ഉറുപ്പികയായി. അതാണ് എന്ത്, അതാണ് ആക്ച്വലി സെയിൽസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതാണ് സെയിൽസ്. 5 ഉറുപ്പ്യൻ്റെ ബണ്ണ് 150 ഉറുപ്പികയ്ക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ 300 ഉറുപ്പികയ്ക്ക് വിൽക്കുന്നു. അതാണ് ബർഗർ. ആകെ കോസ്റ്റ് 25 ഉറുപ്പിക ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ ചക്കയാണെങ്കിൽ നമ്മൾ തിന്നൂല, ലൈസാണെങ്കിൽ നമ്മൾ തിന്നും അല്ലേ. പാലാണ് അമൂലായിട്ട് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷനാണ്. സോ ദ പോയിന്റ് ഈസ് ദിസ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ വാച്ച് എന്താണ്, ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആണെന്ന് പറഞ്ഞാൽ അത് കസ്റ്റമർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇത് വാച്ചിന് ചിലപ്പോൾ മനസ്സിലാവും. നോർമലി ഒരു കമ്പനീൻ്റെ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ എഞ്ചിൻ പാർട്സ് ഒക്കെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല, കാരണം അവൻ എഞ്ചിനീയർ അല്ലല്ലോ. അവർക്ക് അതിന് ഞാൻ എന്താ വേണ്ടത്, ഇന്ന എഞ്ചിൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ബോഡി ആയതുകൊണ്ട് ഇന്ന സംഭവം. സാറ് ഫാമിലി സെക്യൂരിറ്റിയിലെ കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്താണ്, അവർക്ക് സെക്യൂരിറ്റി ആവും വേണ്ടി വരിക അല്ലേ. അപ്പോൾ മറ്റേ വണ്ടിനായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ഇപ്പോൾ വേറെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇന്ന വണ്ടി ആകുമ്പോൾ ഫൈബറാണ് ഉപയോഗിക്കുന്നത്. സോ സാറിന് എന്തെങ്കിലും ഒരു വണ്ടി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്താവും, ഒരു സെക്യൂരിറ്റി ഇല്ല. ഈ വണ്ടി ഇന്ന സാധനം ഉപയോഗിക്കുന്നുണ്ട്, ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്, ഇടിച്ചാലും ഒന്നും സംഭവിക്കില്ല. സാറേ ഇതൊക്കെയല്ലേ സാറേ ഒരു വണ്ടി എടുക്കുമ്പോൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും, അത് കൊള്ളും അല്ലേ. ക്രിസ്റ്റൽ ക്ലിയർ വാച്ചാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആയതുകൊണ്ട് ഇത് സാറെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത് എവിടെയും വീണ പൊട്ടൂല, ഞാൻ എവിടെയും തട്ടി കഴിഞ്ഞാൽ പോറൽ കേൾക്കൂല. സാറേ നമ്മളൊരു വാച്ചിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്മാർട്ട് വാച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതല്ലേ സാറേ നമ്മൾ നോക്കേണ്ടത്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മൈലേജ് നോക്കുന്ന ആളാണെങ്കിലോ, അപ്പോൾ അവിടെ EVൻ്റെ കാർ വിൽക്കാം, അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ പറയാം ഇല്ല, ഇന്ന ഇത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ EV ആയതുകൊണ്ട് സാറിന് ഇത്രയും ഒരു മാസത്തിൽ പെട്രോൾ കാർ ഉപയോഗിക്കുന്നതിൽ ഈ കാറിന് ഒരു മാസത്തിന് സാറിന് ഇത്ര ലാഭം കിട്ടും, ഒരു കൊല്ലം കൊണ്ട് സാറിന് ഇത്ര പൈസ ഏൺ ചെയ്യാൻ പറ്റും. സോ ഒരു 5 വർഷം കൊണ്ട് സാറിന് 5 ലക്ഷം രൂപ. ഇത് നമുക്ക് മനസ്സിലാവും, കാരണം കസ്റ്റമർ എന്താ നോക്കുന്നത്. കസ്റ്റമറുടെ പ്രോബ്ലം ആദ്യം മനസ്സിലാവണം, അവൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാവണം, അവൻ്റെ ഫ്രസ്ട്രേഷൻസ് മനസ്സിലാവണം, അവൻ്റെ ഡിസ്ട്രാക്ഷൻസ് മനസ്സിലാവണം. അതിനുള്ള സൊല്യൂഷൻ ആവണം എന്ത്, അവിടെയാണ് സപ്പോർട്ടിങ് ചെയ്യേണ്ടത്. അവിടെയാണ് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് പറയേണ്ടത്. അത് ബർഗർ രൂപത്തിൽ പറയാന്നുള്ളതാണ് ആർട്ട്. അത് ബർഗർ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫീച്ചേഴ്സ് നമ്മളെ പ്രോഡക്റ്റ് നോളജ് വേണം. അത് മുസ്തഫ സാർ പറഞ്ഞ പ്രോഡക്റ്റ് നോളജ് വേണം. നമുക്ക് ഫീച്ചേഴ്സ് പറയാൻ പറ്റണം, അഡ്വാൻറ്റേജസ് പറയാൻ പറ്റണം, ബെനിഫിറ്റ്സ് പറയാൻ പറ്റണം. ഇത് ക്ലബ് ചെയ്ത് പറയാൻ കഴിയണം. അതാണ് ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയ കഴിവ്. ബർഗർ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ബർഗർ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. സെയിൽസ് മീറ്റിങ്ങിൽ ഒരു 30 ബർഗർ ഉണ്ടാക്കാൻ പറയണം. എന്ത് ഒബ്ജക്ഷൻ വന്നാലും പ്രശ്നമല്ല, അവനത് ഓവർകം ചെയ്യും. എന്തൊക്കെ ഒബ്ജക്ഷൻ വരിക, യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ഇപ്പോൾ ഈ പരിപാടിക്ക് 8 രൂപയാണ് ഫീസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് എന്തായാലും പറയുന്നത്. ഇന്നലെ എന്നോട് മുഹമ്മദ് സാർ പറഞ്ഞാൽ വെറുതെ എക്സാമ്പിൾ പറയാട്ടോ, ഒരു എക്സാമ്പിൾ വേണ്ടി പറയുകയാണ്. യുവർ പ്രൈസ് ഈസ് ടു ഹൈ. എറണാകുളത്തേക്കുള്ള പരിപാടിക്ക് 1000 രൂപയാണ്. ഞാൻ മൂപ്പരോട് 1000 രൂപ പറഞ്ഞാൽ അപ്പോഴും പറയും യുവർ പ്രൈസ് ഈസ് ടു ഹൈ. എറണാകുളത്ത് 500 രൂപ ഉള്ളവർ. അത് കസ്റ്റമറുടെ സൈക്കോളജിയാണ്. യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്താ പറഞ്ഞാൽ അറിയോ, യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്ന് പറഞ്ഞാൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. ഞാൻ പുള്ളിയോട് നിന്ന് പറഞ്ഞു ദിസ് പ്രോഗ്രാം ഈസ് നോട്ട് ഫോർ യു. പുള്ളി ഒന്ന് വന്നു, ആ പുള്ളിൻ്റെ ഈഗോനെ ടച്ച് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും ചിലപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് കസ്റ്റമർ എപ്പോഴും എന്താണ് ഒബ്ജെക്ഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും.
യുവർ പ്രൈസ് ഈസ് ടു ഹൈ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ യു ചാർജ് ദിസ് മച്ച്. നിങ്ങൾ എന്തിനാണ് ഇത്ര പൈസ വാങ്ങണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പറഞ്ഞു തരുന്ന പറഞ്ഞ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ക്ലോസ് ദ സെയിൽ. എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്തിനാ ചാർജ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്നാണോ പറയണത്. ഓനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലാണ് കുടുങ്ങുക. ഒരു ഒബ്ജക്ഷൻസും ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ കഴിയൂല. ഓ എന്തെങ്കിലും പറയണോ? Greenlives Coaching and Training Solution.